Welcome to Aspirants Perspective Daily 10 UPSC PYQ Analysis. Last class in 2014 paper 1 question number 21 to 30 വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ 31 to 40 വരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first question, 31st question is the term marginal standing facility rate and net demand and time liabilities sometimes appear in the news are used in relation to Option A, bank operation. Option B, communication networking. C, military strategies. D, supply and demand of agricultural product. Economy എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഈസ് എ ടേം റിലേറ്റഡ് ടു ബാങ്കിങ് ഓപ്പറേഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റായ ആൻസർ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയുടെ അടുത്തുനിന്ന് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് RBIയുടെ അടുത്തുനിന്ന് അവരുടെ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടുന്ന് ബറോ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ബാങ്ക് RBIയുടെ അടുത്തുനിന്ന് ബറോ ചെയ്യുന്ന ഒരു വിൻഡോ. ഒരു എമർജൻസി കണ്ടീഷനിലാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അത് RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് 2011-2012 ഈ ഒരു സംഭവം വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. സോ ഓപ്ഷൻ എ ആണ് ബാങ്കിങ് ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേം ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എക്കണോമിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഓർ ആർ ദ ഫെസിലിറ്റി ഓർ ഫെസിലിറ്റീസ് ആർ ബെനഫിഷ്യറീസ് ക്യാൻ ഗെറ്റ് ഫ്രം ദ സർവീസ് ഓഫ് ബിസിനസ് കറസ്പോണ്ടന്റ് അഥവാ ബാങ്ക് സാത്തി ഇൻ ബ്രാഞ്ച്ലെസ് ഏരിയാസ്. ഈ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന സർവീസ് വഴി എന്തൊക്കെയാണ് ഒരു ബെനിഫിഷ്യറിക്ക് കിട്ടുന്നത് ബ്രാഞ്ച് ഇല്ലാത്ത ആ ഒരു ഏരിയയിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതെന്താന്നുള്ളതിന്റെ തിയറി പാർട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഇറ്റ് എനബിൾസ് ദ ബെനിഫിഷ്യറീസ് ടു ഡ്രോ ദെയർ സബ്സിഡീസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഇൻ ദെയർ വില്ലേജ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അവരുടെ വില്ലേജിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡീസും സോഷ്യൽ സെക്യൂരിറ്റീസും കൊടുക്കും എന്നുള്ളൊരു സംഭവം. അതൊരു ബേസിക് കാര്യമാണ്. മേ ബി റൈറ്റ് ആവാം. It enables the beneficiaries in the rural areas to make deposit and withdrawal. അത് ബാങ്കിങ്ങിന്റെ ഒരു ബേസിക് കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ എന്താണെങ്കിലും ആ രണ്ട് ബെനിഫിറ്റും ബാങ്കിങ് സർവീസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബ്രാഞ്ചിലെസ് ഏരിയാസിൽ. സോ ഓപ്ഷൻ ബോത്ത് 1 and 2 ആണ്. ഇതിന്റെ തിയറി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2006 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ്, ഒരു മോഡലാണ് ബാങ്ക് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ആ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are some agents who represent banks and are responsible for delivering banking service at location other than a bank branch or ATM. It enables the government subsidies and social security benefit to directly credited to the account of the beneficiaries, enabling them to draw the money from the bank സാത്തി or bank correspondent. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് സാത്തി അല്ലെങ്കിൽ ബാങ്ക് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന ആ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ബാങ്ക് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി. അതുവഴി അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവണം എന്നില്ല. അവർ ഡയറക്ട്ലി ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സും റൂറൽ കാര്യങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം അവിടെ എത്തിച്ചു കൊടുക്കും. ഇതാണ് ബാങ്ക് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. എക്കണോമി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ പർപ്പസസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ് എന്നുള്ളൊരു സംഭവം വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് കാര്യങ്ങളാണുള്ളത്, CRRഉം SLRഉം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ക്യാഷ് റിസർവ് റേഷ്യോയും. എന്താണ് ക്യാഷ് റിസർവ് അല്ലെങ്കിൽ എന്താണ് SLR എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു എക്കണോമിയിൽ ഒരു നല്ലൊരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് എക്കണോമി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള രൂപത്തിലുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. സോ RBI ഒരു ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്. RBIയുടെ അടുത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഫ്രാക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഒരു ഫ്രാക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ CRR ആൻഡ് ക്യാഷ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ്
SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ കയ്യിൽ തന്നെ RBI പറഞ്ഞതിനനുസരിച്ച് RBIയുടെ റേറ്റ് അനുസരിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കിന്റെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIക്ക് ബാങ്കിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അത് വെറുതെ കൺട്രോൾ ചെയ്യല്ല, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇൻഫ്ലേഷൻ പോലുള്ള അല്ലെങ്കിൽ റിസഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ്. ഇൻഫ്ലേഷൻ എന്തെങ്കിലും വരുമ്പോഴൊക്കെ SLRന്റെ സംഭവങ്ങൾ കുറക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അതൊരു എക്കണോമിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. സോ ഇത് ബാങ്കിന്റെ അത്യാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ബാങ്കിന് എന്തിനെങ്കിലും പ്രിവെന്റ് ചെയ്യാനോ ബാങ്കിന് സംഭവങ്ങൾ എന്തെങ്കിലും പ്രോഫിറ്റ് തടയാനോ പ്രോഫിറ്റ് കൂട്ടാനോ ഉള്ള സംഭവമല്ല SLR അല്ലെങ്കിൽ CRR. ഇത് RBIക്ക് കൺട്രോൾ ചെയ്യാനും പിന്നെ മൊത്തത്തിലുള്ള ഇൻഫ്ലേഷൻ കാര്യങ്ങൾക്കുള്ള വേണ്ടിയുള്ള ഒരു പ്രിക്വേഷണറി മെഷറാണ് SLRും CRRും ഒക്കെ. സോ അത് മനസ്സിലാക്കി ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. So first statement is to enable the central bank to control the amount of advance the bank can create. അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. RBI ബാങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. To make the people's deposit with the bank safe and liquid. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ബാങ്കിന്റെ കാര്യങ്ങളെ ഒന്നും തടയാനുള്ളതല്ല അല്ലെങ്കിൽ ഒന്നും അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാനുള്ളതല്ല. To prevent the commercial bank from making excessive profit. അതും തെറ്റായ ഒരു കോൺസെപ്റ്റ് ആണ്. To force the bank to have sufficient vault cash to meet their day-to-day requirement. അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു പ്രിക്വേഷണറി മെഷർ ആണ്. ഇതൊരു കൺട്രോളിങ് മെഷർ ആണ്. അല്ലാതെ ബാങ്കിന് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല, അല്ലെങ്കിൽ ബാങ്കിനെ എന്തിനെങ്കിലും ഫോഴ്സ് ചെയ്യുന്നതോ പ്രിവെന്റ് ചെയ്യുന്നതോ ഒന്നുമല്ല. സോ ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം ശരിയാക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. സോ 1 ഓൺലി ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയാം. Recently, a series of uprising of people referred to as Arab Spring originally started from. നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് 2014 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കറണ്ട് അഫയേഴ്സ് ആർ റിലേറ്റഡ് ടു മേ ബി 2010 to 13, 14 ഒക്കെ ഉള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. സോ അറബ് സ്പ്രിംഗ് ഒറിജിനേറ്റ് ചെയ്തത് എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രം ട്യൂണീഷ്യ. അറബ് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ആണ് അഗെയിൻസ്റ്റ് ഒപ്രസീവ് റെജീംസ് ആൻഡ് ലോ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ്. അത് സ്റ്റാർട്ട് ചെയ്തത് 2010 ഡിസംബറിലാണ് ട്യൂണീഷ്യയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ 35th ക്വസ്റ്റ്യൻ IRE എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് കൺട്രീസ് വിച്ച് ഓഫ് ദ എപ്പോ ആർ മെമ്പേഴ്സ് ഓഫ് ആർട്ടിക് കൗൺസിൽ. ആർട്ടിക് കൗൺസിലിന്റെ മെമ്പേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡിംഗ് ഇന്റർ ഗവൺമെന്റൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് കോപ്പറേഷൻസ് ഇൻ ആർട്ടിക് ആണ്. സോ അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ആ ഒരു റീജിയണിലെ ഒക്കെ തന്നെ കൺട്രീസ് ആണ്. ആർട്ടിക് കൗൺസിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ ആർട്ടിക് കൗൺസിലുള്ളത് ആർട്ടിക് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8 സ്റ്റേറ്റ്സ് ആണ് ആർട്ടിക് സ്റ്റേറ്റ്സ് ആയിട്ടുള്ളത്. കാനഡ, I for Iceland, D for Denmark and S for Sweden, U for US. UK ഇല്ല, US ആണുള്ളത്. And N for Norway, F for Finland and R for Russia. So ഈ 8 സ്റ്റേറ്റ്സ് ആണ് ആർട്ടിക് സ്റ്റേറ്റ്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ജപ്പാൻ ഇല്ല, ജപ്പാൻ ഓപ്ഷൻ 2 ഇല്ല. സോ ആൻഡ് UK ഇല്ല, US ആണുള്ളത്. സോ ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡെൻമാർക്ക്, റഷ്യ ആൻഡ് US. ഏതൊക്കെയാണ് ആർട്ടിക് ആർട്ടിക് കൗൺസിലിലെ സ്റ്റേറ്റ് ആയിട്ടുള്ളത്? CID, SUN ആൻഡ് FR. CID and FR. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചാൽ മതി. കാനഡ, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, S for സ്വീഡൻ, USA ആൻഡ് നോർവേ, ഫിൻലാൻഡ്, റഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36. IR എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു സമയത്ത് റീജിയൺ ഇൻ ന്യൂസ് ആണ് ക്വസ്റ്റ്യൻ. അത് ഏത് കൺട്രിയിലുള്ളതാണെന്നാണ്. സോ ഇതിലൊരു ഫസ്റ്റ് 1 നോക്കാം. ചെൻചിയ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു റീജിയൻ തന്നെയാണ്. ഡാർഫൂർ ഒരു സുഡാന്റെ ഭാഗമായിട്ടുള്ളതാണ്. നോട്ട് റിലേറ്റഡ് ടു മാലിയുടെ റീജിയൻ അല്ല, സുഡാന്റെ റീജിയൻ ആണ് ഡാർഫൂർ. ആൻഡ് സുഡാൻ, ഡാർഫൂർ. ദെൻ സ്വെറ്റ് വാലി നമുക്ക് പരിചയമുള്ള ഒരു റീജിയൺ ആയിരിക്കാം. പാകിസ്ഥാന്റെ റീജിയൻ ആണ് സ്വെറ്റ് വാലി ഇസ് ഇൻ പാകിസ്ഥാൻ. സോ ഇത് രണ്ടും തെറ്റാണ്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. വിത്ത് റെഫറൻസ് ടു അഗ്നി 4 മിസൈൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ ഫസ്റ്റ് വൺ അഗ്നി സീരീസ് എപ്പോഴും UPSCക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അഗ്നി 4 ആയിരുന്നു. സോ കറണ്ട് അഫയേഴ്സ് എന്നുള്ള സയൻസ് ആൻഡ് ടെക് ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത് അഗ്നി 4നെ കുറിച്ച് പറയാനാണെങ്കിൽ അഗ്നി 4നെ കുറിച്ച് പറയാം ആദ്യം.
അഗ്നി 4നെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു സർഫസ് ടു സർഫസ് മിസൈലാണ്. സർഫസ് ടു സർഫസ് ന്യൂക്ലിയർ കേപ്പബിൾ ലോങ് റേഞ്ച് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 4. അതൊരു 20 മീറ്റർ ലോങ് ആണ്, 20 മീറ്റർ ലോങ് ആണ്. ആൻഡ് 17 ടൺ വെയിറ്റ് കേപ്പബിൾ ആണ്. ആൻഡ് ഒരു 1 ടൺ ന്യൂക്ലിയർ വാർഹെഡ് ഒക്കെ ഡെലിവർ ചെയ്യാൻ നമ്മുടെ അഗ്നി 4ന് കഴിയും. ഇതൊരു 2 സ്റ്റേജ് സോളിഡ് പ്രൊപ്പലന്റ് മിസൈലാണ്. സിംഗിൾ സ്റ്റേജ് അല്ല, സോളിഡ് പ്രൊപ്പലന്റ് ആണുള്ളത്. അത് 2 സ്റ്റേജ് ആണ്. സോ അതിന്റെ റേഞ്ച് വരുന്നത് 4000 കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്. 4000 ആണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. അഗ്നി 4 ഒരു സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഇറ്റ്സ് നോട്ട് ക്രൂസ് മിസൈൽ, ഇറ്റ്സ് ബാലിസ്റ്റിക് മിസൈൽ. മിസൈലിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു 2 സ്റ്റേജ് ആയിട്ടുള്ള 4000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈലാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് സർഫസ് ടു സർഫസ് മിസൈൽ, അത് ശരിയായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇറ്റ് ഈസ് ഫ്യൂവൽഡ് ബൈ ലിക്വിഡ് പ്രൊപ്പലന്റ് ഓൺലി. ഇതൊരു 2 സ്റ്റേജ് സോളിഡ് പ്രൊപ്പലന്റ് സിസ്റ്റം ആണ്, ലിക്വിഡ് പ്രൊപ്പലന്റ് സിസ്റ്റം അല്ല. ഓൺലി എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ബേസിക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനിലും വർക്ക് ആവണമെന്നില്ല. ഈ ക്വസ്റ്റ്യൻ അത് വർക്ക് ആയി. സോ ഇറ്റ് ക്യാൻ ഡെലിവർ 1 ടൺ ന്യൂക്ലിയർ വാർഹെഡ് ഡെലിവർ ചെയ്യാൻ പറ്റും. ബട്ട് എന്താണ് 7500 കിലോമീറ്റർ അവയിലേക്ക് പറ്റില്ല. ജസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ലോങ് റേഞ്ച്. 4000 കിലോമീറ്റർ അവേ വരെ പറ്റും. സോ ഇത് രണ്ടും തെറ്റാണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് ക്വസ്റ്റ്യൻ 38 സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു 2 നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് കോൾഡ് കോൾ ബെഡ് മീത്തേൻ ആൻഡ് ഷെയിൽ ഗ്യാസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൾ ബെഡ് മീതേൻ ഇസ് എ പ്യുവർ മീതേൻ ഗ്യാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾ സീംസ്, അത് ശരിയാണ്. വൈ ഷെയിൽ ഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് പ്രൊപ്പെയിൻ ആൻഡ് ബ്യൂട്ടേൻ ഓൺലി ദാറ്റ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫൈൻ ഗ്രെയിൻഡ് സെഡിമെന്ററി റോക്സ്. ഷെയിൽ ഗ്യാസ് അങ്ങനെ തന്നെയാണ്, ഫൈൻ ഗ്രെയിൻഡ് സെഡിമെന്ററി റോക്സിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നാച്ചുറൽ ഫോം തന്നെയാണ്, നാച്ചുറൽ ഗ്യാസ് തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. അതിൽ മെയിൻ ആയിട്ട് ഉള്ളത് ഷെയിൽ ഗ്യാസിലെ മെയിൻ കമ്പോണന്റ് എന്താണ്? മീത്തൈൻ ആണ്. നോട്ട് പ്രൊപ്പൈനും ബ്യൂട്ടൈനും മാത്രമല്ല, മീത്തൈൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ എന്തും കൂടെ ഉണ്ട്, ലൈക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ, ഹൈഡ്രജൻ സൾഫൈഡും പ്രൊപ്പൈനും ബ്യൂട്ടൈനും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രം എന്നുള്ളത് വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ട് എടുക്കേണ്ടി വരും. ഇൻ ഇന്ത്യ abundant coal bed methane source exists but so far no shale gas source have been found. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിൽ 6 എന്താണ് ഷെയിൽ ഗ്യാസ് എക്സ്പ്ലോറേഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഗുജറാത്തിലെ ക്യാമ്പെ, ആസാം അക്രാൻ, നോർത്ത് ഈസ്റ്റിലെ ആസാം അക്രാൻ റീജിയനിലും, പിന്നെ അതുപോലെ കൃഷ്ണ ഗോദാവരി ഓൺഷോറിലൊക്കെ ഈ ഒരു ഷെയിൽ ഗ്യാസ് എക്സ്പ്ലോറേഷൻ ഉണ്ട്. 6 റീജിയനിലുണ്ട്. ഇതുവരെ ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി നെയ്തർ 1 കറക്റ്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ നെയ്തർ 1 ആൻഡ് നോ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് question number 39. With reference to Changpa communities of India, consider the following statement. Which of the statement given above are correct ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചങ്പ കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. They are live mainly in the state of Uttarakhand എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഇവര് ചങ്പ കമ്മ്യൂണിറ്റീസ് ഒരു സെമി നൊമാഡിക് ടിബറ്റൻ പീപ്പിൾ ആണ്. മെയിൻലി ഇൻ ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിലാണ് ഇവർ കാണപ്പെടുന്നത്. UK റീജിയനിലല്ല, കുറച്ചുകൂടെ നോർത്ത് ആയിട്ടുള്ള ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിലാണ് ഇവർ കാണപ്പെടുന്നത്. They wear പശ്മിന കോട്ട് ദാറ്റ് yield fine wool. അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. They are kept in the category of scheduled tribe. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1989 ഇവരെ ചങ്പാസിനെ ഷെഡ്യൂൾ ട്രൈബ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സോ 2ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1 തെറ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഇതാണ് ചങ്പ കമ്മ്യൂണിറ്റീസ്. ഇവര് പശ്മിന ഫൈബേഴ്സ്, ആ ഒരു ഫൈബേഴ്സ് ഫൈനസ്റ്റ് ഫൈബേഴ്സ് ഓഫ് ഓൾ ഗോട്ട് ഹെയർസ് ആണ് പറയുന്നത്. ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയൻ, ദാറ്റ് ചങ്തങ് റീജിയനിലൊക്കെയാണ് ഈ ചങ്പ എന്നാലോചിച്ചാൽ മതി, ആ ഒരു ട്രൈബ്സ്, ആ ഒരു കമ്മ്യൂണിറ്റീസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. In India, cluster bean അല്ലെങ്കിൽ guar is traditionally used as a vegetable or animal feed, but recently the cultivation of this has assumed significance. Which one of the following statement is correct in this context? ഗോറിന്റെ ആ ഒരു സമയത്ത് കറന്റ് ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോറിന് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് ഈസ് ഗോറിനൊരു ഗോർ ഗം ഉണ്ടാക്കുമായിരുന്നു. ആ ഗമ്മ് അതിന്റെ സീഡിന്നാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ഷെയിൽ ഗ്യാസിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. സോ അതായിരുന്നു ആ സമയത്ത് ഉണ്ടായ ഒരു ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോറിന്റെ ഗംസ്
ഗോർ കൊണ്ട് ഉണ്ടാക്കിയ ഗംസ് എക്സ്ട്രാക്ഷൻ ഓഫ് ഷെയിൽ ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഗോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലെഗ്യൂം ഫാമിലിയാണ്, ബീൻ ആണല്ലോ. ആൻഡ് അത് ഇന്ത്യയാണ് വേൾഡിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗോർ. ആൻഡ് ഗോർ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ആ ഒരു ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഒരു റീജിയനിലൊക്കെയാണ്. ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഒരു റീജിയനിലൊക്കെയാണ് ഗോർ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേ. താങ്ക് യു.